ദൈവനാമം വാഴ്ത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ കൃപയാൽ യാക്കോബിന്റെ ലേഖനം എന്ന വിഷയത്തിന്റെ രണ്ടാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിനായിട്ടെല്ലാം ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. നാം കഴിഞ്ഞ സെക്ഷനിലെ 1-ാം അധ്യായത്തിൻ്റെ 27-ാം വചനം വരെ നമ്മൾ ധ്യാനിപ്പാൻ ഇടയായി തീർന്നു. നാം ഈ സെക്ഷനിൽ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം മുതൽ നമ്മൾ ചിന്ത ആരംഭിക്കുകയാണ്. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങൾ യേശുവിലാണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാൻ കാണിക്കാൻ പാടില്ല മുഖപക്ഷം. നമ്മുടെ സഭകളിലും സമൂഹത്തിലൊക്കെ കുടുംബത്തിലൊക്കെ തന്നെ മുഖപക്ഷം കാണിക്കുന്നവരായി നമ്മൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലുമില്ലേ മുഖപക്ഷം? മക്കൾ പറയാറില്ലേ, പപ്പയ്ക്കും അമ്മയ്ക്കും എന്നെക്കാളും ഇഷ്ടം അവനോടാണ് അവളോടാണെന്ന് പറയാറില്ലേ അല്ലേ? കുടുംബത്തിലുണ്ട്, ചില കുടുംബങ്ങളിൽ ഉണ്ടെന്ന് അതിന് വാസ്തവമാണ്. സഭയിലില്ലേ പാഷയ്ക്ക് ചിലരോട് ഇഷ്ടം അല്ലേ? ചിലർക്ക് ചിലരോട് മാത്രം ഇഷ്ടം, ചിലർക്ക് മാത്രം കൈ കൊടുക്കും അല്ലേ? ചിലർ പ്രസംഗം മാത്രം ആമയം പറയും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ചിലർ പാട്ടെടുത്താൽ ചിലർ മിണ്ടാതിരിക്കും, ചില പാട്ട് മാത്രം കൈയടിക്കും. അങ്ങനെ മുഖപക്ഷത്തിൻ്റെ ഒരു വലിയ പട്ടിക നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആത്മീയരുടെ ഇടയിൽ പോലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു അതിശോക്തിയില്ല. പ്രതിവചനം പറയുക, സഹോദരന്മാരെ, നിങ്ങൾ തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. ശാന്തമായിട്ട് നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ മുഖപക്ഷം കാണിക്കരുത്. വചനം പറഞ്ഞു. ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ആ പിതാവിൻ്റെ ഗുണമാണ് നമ്മൾ കാണേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ശാന്തമായി ചോദിക്കേണ്ട കാര്യം, എനിക്ക് എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയുന്നുണ്ടോ? എനിക്കെല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അത് ഞാൻ മുഖപക്ഷം കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്രമീകരിക്കപ്പെടുവാൻ, തിരുത്തപ്പെടുവാൻ ഈ പഠനം ഒരു കാരണമാകട്ടെ. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പള്ളിയിൽ മൂടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തിനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മൂടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖനിരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ എൻ്റെ പാതപീഠത്തിൽ ഇരിക്കുക എന്നും പറയുന്നെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? നല്ല ഡ്രസ്സും വലിയ കാറൊക്കെ ഉള്ള അച്ഛനെ കാണുമ്പോൾ അച്ഛങ്ങൾ വന്ന അച്ഛ അവിടെ ഇരുന്ന് സാറേ അച്ഛ അല്ലേ, എന്തോരു വിളിയും ബഹുമാനമൊക്കെയാ. അതേസമയം ഒരു താഴെപ്പട്ടിക്കാരൻ മുതൽ നമുക്ക് അവനെ കണ്ട മാറ്റമൊന്നും നടക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇല്ലേ നമ്മൾ കൂടുതൽ ഉണ്ട്. എല്ലാവരെയും തുല്യമായി കാണുവാൻ, തുല്യമായി സ്നേഹിപ്പാൻ, തുല്യം ബഹുമാനിപ്പാൻ കഴിയണം നമുക്കെന്നുള്ളതാണ്. ഭൂമിയിലുള്ള ശ്രേഷ്ഠന്മാരോ അവരെനിക്ക്, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. അത് മുഖപക്ഷം നോക്കിയിട്ടൊന്നുമല്ല, അവരുടെ ഡ്രസ്സ് നോക്കിയിട്ടല്ല, അവൻ്റെ വണ്ടിയുടെ വില നോക്കിയിട്ടല്ല, വീടിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല. എന്താണ് അത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധനാണെങ്കിൽ അവരെല്ലാം എനിക്ക് തുല്യരാണ്, ശ്രേഷ്ഠരാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. പലപ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ ഈ മുഖപക്ഷത്തിൻ്റെ ഒരുപാട് റോളുകൾ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നിലയിലൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ പ്രമാണമില്ലാതെ പോവുക. നമ്മൾ പ്രമാണം വിശ്വസിക്കുന്നവരൊന്നും പ്രമാണത്തിൽ നിലനിൽക്കുന്നവരെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രവൃത്തികളാൽ നമ്മൾ പ്രമാണരഹിതരാണെന്ന് തെളിയിക്കുക. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ യാക്കോബ് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്തെങ്കിലും കാട്ടിക്കൂട്ടൊന്നുമല്ല. വിശ്വാസം എന്ന് പറയുകയും
അവൻ കൊണ്ടുവരുന്ന ഈ പുസ്തകവുമായിട്ട് ഒരു ബന്ധവുമില്ലെങ്കിൽ അവൻ പ്രമാണരഹിതനായി ജീവിക്കുന്ന യാക്കോബ് പറയുന്നത്. ഇതെല്ലാം കാണുകയെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ തിരുത്തൽ അനിവാര്യമാണ്. നമ്മൾ ഉണർവുണ്ടാകാനും നവീകരണം ഉണ്ടാകാനൊക്കെ വേണ്ടി കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മിൽ ആണ് യഥാർത്ഥമായ ഉണർവും നവീകരണവും ആരംഭിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭാഗങ്ങൾ നമ്മൾ വെളിപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഈ പാഠ്യപദ്ധതിയിൽ ചേർന്ന ഓരോ പ്രിയപ്പെട്ട ഉത്തരവാദിത്തമാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. നമുക്ക് എല്ലാവരും നന്നാക്കാൻ കഴിയില്ല, നമുക്ക് സ്വയമായി നന്നാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളെ നന്നാക്കുക. അങ്ങനെ ഓരോരുത്തരെ നന്നാകാൻ കഴിയുമ്പോൾ ആ കുടുംബത്തിന് മാറ്റം ഉണ്ടാകും, ആ സഭയ്ക്ക് മാറ്റം ഉണ്ടാകും, ദേശത്തിന് മാറ്റം ഉണ്ടാകും. ഒരു പാട്ടുണ്ട്, എനിക്ക് പാട്ട് പറയാനറിയുള്ളൂ. ഞാൻ ഉണർന്നാൽ ദേശം ഉണരുമെന്നാണ്. ഞാൻ ഉണരണം. ആദ്യമായിട്ട് സ്റ്റെപ്പ് വയ്ക്കുന്നത് ഞാൻ ശരിയാകുമ്പോൾ ബാക്കി ശരിയാകുന്നതാണ്. നമ്മളങ്ങനെയല്ല, ബാക്കിയുള്ളവരെല്ലാം ശരിയാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അവർ ശരിയാവണം, ഇവർ ശരിയാവണം, അവൻ നന്നാവണം, ഇവർ നന്നാവണം അല്ലേ. നോ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളിലേക്കാണ് ഒരു ക്രമീകരണവും നവീകരണവും കൊണ്ടുവരേണ്ടത് എന്നുള്ളതായ ഒരു ബോധ്യം ഉണ്ടാവും. ഓക്കെ, അടുത്തത്. പ്രിയ സഹോദരന്മാരെ, കേൾപ്പിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും എന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികൾ വാങ്ങുന്നതിന് തിരഞ്ഞെടുത്തില്ലയോ? ദൈവം ആരെ തിരഞ്ഞെടുത്തത്? ദരിദ്രരായവർ അബദ്ധവശാൽ കൂടിയതാണോ? അല്ല, പിന്നെന്താണ്? ദൈവം അവരെ തിരഞ്ഞെടുത്തതാ. അത് എന്ത് വേണ്ടിയിട്ടാണ്? ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാക്കുവാനായിട്ട്. വിശ്വാസത്തിൽ സമ്പന്നർ മാത്രമല്ല, ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശികളാക്കുവാൻ വേണ്ടി ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കർത്താവ് ഒരേ ലക്ഷ്യത്തിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആരെയും വില കുറഞ്ഞവരായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. ഭൂമിയിലുള്ള വിശുദ്ധന്മാർ അവരൊക്കെ എനിക്ക് ശ്രേഷ്ഠന്മാർ, ഓരോരുത്തർ മറ്റുള്ളവനെ ശ്രേഷ്ഠൻ എണ്ണണം അല്ലേ. അപ്പോൾ ആ ഒരു നിലയിലേക്ക് നമ്മൾ ഒരുവനിടയായി തീരണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവരല്ലയോ നിങ്ങളെ ന്യായസ്ഥലങ്ങളിലേക്ക് അഴിച്ചുകൊണ്ടു പോകുന്നത്? നിങ്ങളെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദൂഷിക്കുന്നത്? എന്നാൽ കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. അപ്പോൾ ദൈവത്തെ കുറിച്ച് പറഞ്ഞ രാജകീയ ന്യായപ്രമാണം എന്നാണ്. രാജകീയ വിളംബരം, രാജകീയ കൽപ്പന തെറ്റിച്ചാൽ രാജാവിന് ശിക്ഷയുണ്ട്. രാജാതിരാജാവായ ദൈവാതിദൈവമായ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ പോയാൽ വലിയ ശിക്ഷ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അനുസരിപ്പാനായി വിളിച്ചു കൊടുക്കാം. നമ്മൾ എന്ത് ചെയ്യരുത്? മുഖപക്ഷം കാണിക്കരുത്. അവൻ്റെ സമ്പത്ത് നോക്കിയിട്ട്, അവൻ്റെ സമൂഹത്തിലെ പദവി നോക്കിയിട്ട്, അവൻ്റെ വീടിൻ്റെ വലിപ്പം നോക്കി, കാറിൻ്റെ വണ്ണം നോക്കിയിട്ട് ഒന്നും അല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. അവനും ഇവനും ആരാണ്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള വിശ്വാസത്തോടെയും ആ വിശുദ്ധന്മാരെ ശ്രേഷ്ഠന്മാരെ കണ്ട് ബഹുമാനിക്കേണ്ടിയിരിക്കണം. അവിടെ ബഹുമാനിക്കുന്നതിൽ ഏറ്റക്കുറച്ചിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഇതിനും പറയുന്നത്. പ്രവർത്തികൾക്കാണ് യാക്കോബ് എപ്പോഴും മുന്തും കൊടുക്കുന്നത്. പ്രവൃത്തിപഥത്തിലൂടെ വെളിപ്പെടുന്നുള്ള വിശ്വാസ ജീവിതം പ്രവൃത്തിപഥത്തിലൂടെ വെളിപ്പെടണമെന്ന് അദ്ദേഹം എപ്പോഴും, അതായത് ഓരോ കാര്യം നോക്കിയോ, ഇവിടെയൊക്കെ ഉപദേശം നേരത്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അടുത്തത്, മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാരെന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു. അപ്പോൾ മുഖപക്ഷം എന്താണ്? പാപമാണ്. നമ്മൾ കാണിക്കുന്ന വേർതിരിവുകളൊക്കെ പാപമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും ആ പാപത്തിൽ നിന്ന് തെറ്റൊഴിയുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉപദേശിക്കുക. ഇനിയും ആ പാപത്തിൽ തുടരരുത്. ആൾക്കാർക്ക് ഇത് പാപമെന്ന് പോലും അറിയത്തില്ല അല്ലേ. ഈ ആറ്റക്കുറച്ചിൽ കാണിക്കുന്നൊക്കെ, ഈ മുഖപക്ഷം കാണിക്കുന്നൊക്കെ പാവം മനസ്സിലാക്കിയിട്ടില്ല. അതിനും പറയുക അത് പാവമാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് തെറ്റൊഴിയാണ്ടായി തീരണം. ഇവിടുത്തെ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു. അപ്പോൾ ബാക്കി എല്ലാ വിശുദ്ധിമാർമാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മുഖപക്ഷം കാണിക്കുമ്പോൾ
പോയി. അല്ലേ? ഒരുപാട് ഗുണമുണ്ടെങ്കിലും ഒന്നിൽ തെറ്റുമ്പോൾ സകലവും പോവുകയാണ്. വളരെ ക്രിസ്ത്യ ജീവിതം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എളുപ്പമല്ല ഒരു നിലയ്ക്ക് പറഞ്ഞാൽ. പിന്നെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നുള്ളതാണ്. നമ്മൾ വളരെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു ജീവിത നിലവാരമാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത് മറന്നു പോകരുത്. അടുത്തത്, വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുതെന്നും കൽപ്പിച്ചിരിക്കുന്നു. വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നെങ്കിൽ പ്രമാണം ലംഘിക്കുന്നവനായിത്തീരുന്നു. അപ്പോൾ ഒരുത്തൻ ചെയ്ത തെറ്റ് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ വിശുദ്ധരാകുന്നില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ, അവൻ ആ തെറ്റ് ചെയ്തു, അവൾ ആ തെറ്റ് ചെയ്തു, നമ്മളത് പലപ്പോഴും പറയാനായിട്ട് നമുക്ക് ഭയങ്കര ഉത്സാഹമാണ്. നമ്മളതിങ്ങനെ കൂടെ കൂടെ പറയുകയും ചെയ്യും. അവൻ അങ്ങനെ ചെയ്തു, ഇവളെങ്ങനെ ചെയ്തു, അല്ലേ? പക്ഷേ ദൈവത്തിന് പരിശുദ്ധന്മാർ എന്താ പറയുന്നത്? ഒരുത്തൻ ചെയ്ത തെറ്റ് നീ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നീ വിശുദ്ധനാകുന്നില്ല. എന്താ അതിൻ്റെ അർത്ഥം? അവൻ ചെയ്ത തെറ്റ് നീ ചെയ്യുന്നില്ലെങ്കിലും നീ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു തരത്തിൽ തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ദൈവത്തിന് മുമ്പാകെ കുറ്റക്കാരാന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചെറിഞ്ഞെന്ന് പറയാ, അവൻ കുറ്റക്കാരൻ, അവൻ പാപി, അവൻ അശുദ്ധൻ, അല്ലേ? അതിനെ പറഞ്ഞാണ് നീ ഏതിലും ഒന്ന് തെറ്റിപ്പോയാലും കഴിഞ്ഞു, എല്ലാതും ക്ലോസ്. അപ്പോൾ വളരെ സൂക്ഷിക്കുകയും തങ്ങളെ തന്നെ വളരെ സൂക്ഷിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്ന ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. ഈ വചനം പഠിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയൊക്കെ നമുക്ക് ഓരോ ക്രമീകരണത്തിന് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടെ നമ്മെ പരിശോധിപ്പാൻ, ഒന്നും കൂടെ നമ്മെ കാണുവാൻ നമുക്ക് ഈ പഠനം ഒരു കാരണമാണ്. ഇതിനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സ്വാതന്ത്ര്യത്തിന് ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും. അപ്പോൾ നമുക്ക് ന്യായവിധി മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അനുസൃതമായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. സംസാരത്തിനും വലിയ ക്രമീകരണം വേണം, പ്രവൃത്തിയിലും വലിയ ക്രമീകരണം വേണം. എന്താണ്? നമുക്കൊരു ന്യായവിധി ഉണ്ട് അപ്പുറത്ത്. ചെന്നപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഓക്കെ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ഈ കരുണ കാണിക്കുന്ന നേരത്തേക്ക് നമ്മൾ വളരെ പിശുക്കന്മാരായി തീരാറുണ്ട്, അല്ലേ? നമ്മൾ കരുണ കാണിക്കാതിരിക്കുമ്പോൾ വചനം പറയുന്നതാണ്, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. നമ്മുടെ ഇടപെടലുകളിലൊക്കെ കരുണ വെളിപ്പെട്ട് വരണം. നാം കരുണ കാണിക്കുന്നില്ലെങ്കിൽ നമുക്കും കരുണ ലഭിക്കില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. അപ്പോൾ കരുണ മുഖാന്തരം നമുക്ക് എന്തെങ്കിലും കഴിയും? ന്യായവിധിയെ ജയിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. വളരെ സൂക്ഷിക്കുക. കർത്താവ് സഹായിക്കട്ടെ. സഹോദരന്മാരെ, ഒരുത്തുനിന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? അവിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? യാക്കോബ് വളരെ ഗൗരവത്തോടെ, വളരെ എന്താ പറയുക, ഞാൻ പറയാം, പ്രായോഗിക തലത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ് യാക്കോബിൻ്റെ എഴുത്ത് മുഴുവനും. ഒരുത്തൻ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാലും പ്രവൃത്തി അല്ലെങ്കിൽ പോയി എന്നാണ് പറഞ്ഞത് യാക്കോബ്, അല്ലേ? അത് ചോദിക്കുക, ആ വിശ്വാസത ഏതാ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ വിശ്വാസവും വിശ്വാസത്തിന് ചേർന്നായ പ്രവൃത്തി ഉണ്ടാകുവാനായി നമ്മൾ സമർപ്പിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരോ മഹോവൃത്തിക്കോ വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവനോട് സമാധാനത്തിന് പോയി തീ കായുകയും വിശപ്പടയ്ക്കുകയും ചെയ്യുവീനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? നമ്മളെ അടുത്ത് ഒരാൾ സങ്കടം എന്ന് പറയുന്നതെന്ന് പറയാം, സാരമില്ല ബ്രദറെ, സാരമില്ല സഹോദരി, ദൈവം സഹായിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദൈവം സഹായിക്കും. നീ പ്രാർത്ഥനയിലോ ദൈവം സഹായിച്ചോളൂ, അതല്ല വിഷയം. നിനക്ക് ആ അവസ്ഥയിൽ അവരെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ ചോദ്യം. ഒരു സങ്കടമെന്ന് പറയുമ്പോൾ, അവരുടെ ആവശ്യമെന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ബ്രദറെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സഹോദരി എന്ന് പറഞ്ഞതല്ല, അതിൻ്റെ അപ്പുറത്തെ വിട്ടിട്ട് അവിടെ പറയാൻ വിഷയത്തിലൊന്നുമില്ല. നിനക്ക് ഏതെങ്കിലും നിനക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ, അല്ലേ? നമ്മുടെ കൂട്ടുവിശ്വാസികൾ കീറിപ്പൊളിഞ്ഞ ഷർട്ടോ
പാൻറ്റോ സാരിയോ ഡ്രസ്സൊക്കെ ധരിച്ച് വരികയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്തതായിട്ട് 100 മടക്കി നമ്മളെ പഠിക്കാത്ത വെച്ചാൽ നമ്മൾ ഉടനെ എടുത്ത് കൊടുക്കില്ല. എന്നിട്ട് വേണമെങ്കിൽ പറയും നമ്മൾ, ഓ സഹോദരൻ ഷർട്ടും പാൻറ്റും ഇല്ല അല്ലേ, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, ഞാൻ സഹായിക്കും. നമ്മുടെ പഴയതവർക്ക് എടുത്ത് കൊടുക്കണമെന്നല്ല പറഞ്ഞു, ചിലപ്പോൾ അതുപോലും ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും. ചിലർക്ക് 1-2 പ്രാവശ്യം കൊടുത്തിട്ട് മാറ്റി സാരികളുണ്ടാവും, 1-2 പ്രാവശ്യം എടുത്തിട്ട് ഷർട്ട് ഉണ്ടാവും, പാൻറ് ഉണ്ടാവും. കീറിയതും പണ്ണയും പിടിച്ചത് ആർക്കും കൊടുത്തില്ലെങ്കിലും യോഗ്യമായത് നല്ലതൊക്കെ എടുത്ത് കൊടുക്കാൻ, അങ്ങനെയുള്ള ആവശ്യപ്പെട്ട് വരുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. എല്ലാവരും പുതിയത് മേടിച്ചു കൊടുക്കാൻ കഴിവേണ്ടി പുതിയത് മേടിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. അതെന്തുവാ വിശ്വാസം എന്ന് പറയുകയും ജീവിതത്തിൽ യാതൊരു പ്രവൃത്തി ഇല്ലെങ്കിൽ ആ പ്രവൃത്തി നിർജീവമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകും. 17-ാം വാക്യം. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. അതിൻ്റെ ലക്ഷ്യം എന്താണ്? വിശ്വാസികളുടെ ജീവിതത്തിൽ എന്ത് വേണം? പ്രവർത്തികൾ ഉണ്ടാകണം. വിശ്വാസാനുസൃതമായ പ്രവൃത്തി ഉണ്ടാകണം എന്നുള്ളതാണ്. അതില്ലെങ്കിൽ അത് നിർജീവമായ വിശ്വാസമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരുത്തും നിനക്ക് വിശ്വാസമുണ്ടെന്ന് എനിക്ക് പ്രവൃത്തികളുണ്ടെന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. കണ്ടോ, വെല്ലുവിളിക്കുകയാണ്. വിശ്വാസം എങ്ങനെ വെളിപ്പെടുത്തി തരണം? പ്രവൃത്തികളാൽ വെളിപ്പെടുത്തി തരണം. വിശ്വാസം നമുക്കറിയാം, ദൈവം ശക്തനാണ്, സർവശക്തനാണ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായവനാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ചെറിയ ആവശ്യമെടുത്ത് നമുക്ക് ആകെ അങ്കലാപ്പിടുകയാണ്. നിലവിളിയും ബഹളവും ഒന്തിക്കും തീർക്കും അല്ലേ. പ്രവൃത്തികളാൽ വെളിപ്പെടുത്തണം. എൻ്റെ ദൈവം എനിക്ക് മതിയാവനുള്ള പ്രവൃത്തികളാൽ വെളിപ്പെടുത്താൻ സഹായിക്കട്ടെ. അടുത്തത്, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. നമ്മൾ ദൈവം എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കുള്ളൂ, പക്ഷേ പിശാചുക്കൾ എന്താണ് ഉണ്ടെന്ന് പറയുക മാത്രമല്ല അവർ ദൈവമൊക്കെ വിറയ്ക്കുകയും ചെയ്യും. നമുക്ക് ഭക്തി കുറവ്, പിശാചുക്കൾ പിന്നെയും ഇതുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്തത്, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? വിശ്വാസി വലിയ ഗമയിൽ ഞാൻ കൊട്ടും പാട്ടും പാടി ഇങ്ങനെ ഞാൻ വലിയ ആളാണെന്ന് നടക്കുമ്പോൾ ചോദിക്കുക പരിശുദ്ധാത്മാവ്, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? എല്ലാം പഠിക്കുമ്പോൾ കാര്യങ്ങളെ മനസ്സിലാക്കി തിരുത്തുവാൻ നിനക്ക് മനസ്സുണ്ടോ ചോദിക്കുക ദൈവാത്മാവ്. ഇപ്പോൾ നമ്മുടെ സഭകളിൽ ഈ ലേഖനമൊന്ന് വായിച്ച് പഠിപ്പിച്ചത്ര നന്നായിരുന്നു അല്ലേ. ഇതൊന്നും വായിച്ച് പഠിപ്പിക്കാനായിട്ട് ആൾക്കാരെ മെനക്കെടുകയില്ല, വായിച്ച് കേൾക്കാൻ ആൾക്കാരെ മെനക്കെടുക. ആൾക്കാർക്ക് വേണ്ടത് എന്താണ്? ഇന്ന് ഞാൻ അനുഗ്രഹിക്കും, നീ പോകാത്ത ദേശം തന്നെ അയക്കും, കയറാത്ത വാഹനത്തെ കയറ്റും അല്ലേ, തലങ്ങൾക്ക് മാറ്റം വരും, സകല തലങ്ങളിലും അനുഗ്രഹം. ജനത്തിന് ഇത് മതി. അതുകൊണ്ട് പ്രസംഗകർ ഇപ്പം എന്ത് ചെയ്യാണ്? ഇത് മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ. ജീവിത രൂപീകരണത്തെക്കുറിച്ചോ ജീവിത ക്രമീകരണത്തെക്കുറിച്ചൊന്നും ആരും പ്രസംഗിക്കാറില്ല. അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്, പ്രസംഗം ആർക്കും താല്പര്യവുമില്ല. നമുക്ക് എന്ത് മതി? പിന്നെ വാളല്ല ഞാൻ തലയാക്കും കേട്ടാൽ മതി. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ യാക്കോബിന്റെ ലേഖനം പലയാവർത്തി ഒന്ന് വായിക്കണം. പലയാവർത്തി വായിക്കുമ്പോൾ നിങ്ങളറിയാൻ നിങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നു നമ്മുടെ കരിക്കുലം തയ്യാറാക്കുമ്പോൾ സിലബസിൽ ഈ യാക്കോബിന്റെ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറ്റു നിലകളിൽ ഞങ്ങളെ ഗൈഡ് ചെയ്തതിൻ്റെ പേരിലാണ് നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളെയും ടച്ച് ചെയ്യാൻ ഇടവന്നത്. അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തോന്നുകയാണ്. അതുകൊണ്ട് മത്തായി മുതൽ നമ്മൾ തുടർമാനമായിട്ട് ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഞങ്ങൾ സിലബസിൽ പാഠ്യപദ്ധതിയിൽ
ഉൾപ്പെടുത്തിയ ചില വിഷയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം വിഷയങ്ങളൊന്നും ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, പക്ഷേ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തവയും കൂടെ ചേർത്ത് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങളാകെ 24 വിഷയമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലെ തിയോളജിയുടെ 10 ബ്രാഞ്ച്, പിന്നെ 14 മറ്റു വിഷയങ്ങൾ. അതിലെ പേഴ്സണൽ ഇവാഞ്ചലിസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബൈബിൾ സ്റ്റഡി 2 വിഷയങ്ങളുടെ ബാക്കി 12 വിഷയങ്ങളെ ടെക്സ്റ്റിൽ നിന്നുണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ ഞങ്ങൾ കോഴ്സ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് പരിശീലനം വളരെ ശക്തമായിട്ട് ഇങ്ങനെ ഒരു നിയോഗം തന്നതിൻ്റെ പേരിലാണ് എല്ലാ ടെക്സ്റ്റുകളും എടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് യാക്കോബിലെ എല്ലാം കിട്ടിയത്. അത് കിട്ടിയത് വളരെ അനുഗ്രഹം വിചാരിക്കുക. നമുക്ക് നമ്മളതിനെ കാണുവാൻ, നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുവാൻ, ഏറ്റുപറയുവാൻ, ഉപേക്ഷിപ്പാൻ, ക്രമീകരണം പ്രായപ്പാൻ ഇതൊക്കെ സഹായകരമായി തീരും. ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാം. വ്യർത്ഥ മനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രാഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അബ്രാഹാമിന്റെ ഉദാഹരണം പറയുക. അബ്രാഹാം എന്താ ചെയ്തേ? ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ പറഞ്ഞ സമയത്ത് ഒരു മടിയും കാണിക്കാതെ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. ഞാനൊരു കാര്യം പറയാം. അബ്രാഹാം ഇസ്ഹാക്കിനെ യാഗം കഴിപ്പിച്ച് പ്രസംഗിക്കാൻ എനിക്ക് എളുപ്പമാണ്. അബ്രാഹാമിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു നിങ്ങൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ശരിക്കും ഒരു ചങ്കിടിപ്പോട് കൂടി പറയാൻ കഴിയുള്ളൂ. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചു, അനുസരിച്ചു. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു സെക്ഷനിൽ അബ്രഹാമിന്റെ വിശ്വാസവും നമ്മൾ എബ്രാഹിം പഠിക്കുമ്പോഴാണ് ഇസ്ഹാക്കിന്റെ അനുസരണവും പറയേണ്ടതായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ഒരു അനുസരണവും വിശ്വാസവും അബ്രഹാമിൽ തന്നെ പ്രകടമായിട്ടുണ്ട്. പ്രവചനം പറഞ്ഞത് അങ്ങനെ അവനെ അനുസരിച്ചതുകൊണ്ട്, വിശ്വസിച്ചതുകൊണ്ട്, എങ്ങനെ വിശ്വാസം പ്രവൃത്തിയാൽ വെളിപ്പെടുത്തിയത് കൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു എന്നുള്ളതാണ്. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു. കണ്ടോ? അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു. വിശ്വാസങ്ങളായിരിക്കാൻ മാത്രമല്ല, പ്രവൃത്തികളിലൂടെ ആ വിശ്വാസത്തിന്റെ വ്യാപാരമുണ്ടാകണം. പ്രവൃത്തികളിലൂടെ വിശ്വാസത്തിന്റെ വ്യാപാരമുണ്ടാകണം. നിങ്ങളത് പഠിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളതൊക്കെ നിങ്ങളിത് ഉണ്ടോ എന്നുള്ളത്. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. കണ്ടോ? പ്രവൃത്തികളിലൂടെ വിശ്വാസം വ്യാപരിച്ചു, അതുകൊണ്ട് തന്നെ പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി. പ്രായോഗിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വലിയ നിധിയാണ് യാക്കോബിന്റെ ലേഖനം. ഗിരിപ്രഭാഷണങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചതായ ഒരുപാട് കാര്യങ്ങളെ യാക്കോബ് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ആ ഉപദേശം സാരാംശം ഇവിടെ അറിയിക്കുന്നുണ്ട്. ഓക്കെ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയെ കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. അവൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് പേർ പ്രാപിച്ചു. എങ്ങനെയാ? വിശ്വാസത്തോടുകൂടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് പേർ പ്രാപിപ്പാനിടയായിത്തീർന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവും വേണം. വിശ്വാസം കൂടെ എന്ത് വെളിപ്പെടണം? പ്രവൃത്തി വെളിപ്പെടണം. അങ്ങനെ വിശ്വാസത്തിനും കൂടെ പ്രവൃത്തിയും വെളിപ്പെടുമ്പോഴാണ് നമ്മൾ ആരാന്നറിയത്തുള്ളൂ? ദൈവത്തിൻ്റെ സ്നേഹിതന്മാരെന്ന് അറിയത്തുള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി മാറുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം. അബ്രഹാമിന്റെ ദൈവം സാക്ഷ്യം പറയുന്നില്ലേ? അബ്രഹാം വായിക്കുമ്പോൾ എൻ്റെ സ്നേഹിതനായ അബ്രഹാം എന്ന് പറയുന്നുണ്ട്. ദൈവം അഡ്രസ് ചെയ്യുക അബ്രഹാമിനെ, എൻ്റെ സ്നേഹിതനായ അബ്രഹാം. നമ്മൾ ദിനവൃത്താന്തം പുസ്തകം 2 ദിനവൃത്താന്തം 22-ാം അധ്യായം പഠിക്കുമ്പോൾ കാണുന്നില്ലേ? 20-ാം അധ്യായം പഠിക്കുമ്പോൾ കാണുന്നില്ലേ?
യോശാഫാത്ത് ചരിത്രം വിളിച്ചു വരുമ്പോൾ അവിടെ താഴ്ത്ത് ഒരു പ്രാർത്ഥന തന്നെയാണ്. നിന്റെ സ്നേഹിതനായ അബ്രഹാമിന് നീ കൊടുത്ത അവകാശത്തിൽ നിന്ന് ഞങ്ങൾ തള്ളിയിടുവാനായി ഇപ്പോൾ ശത്രുക്കൾ വരികയാണ്. അപ്പോൾ നിന്റെ സ്നേഹിതനായ അബ്രഹാമിന് നീ ഒരു അവകാശം കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതനായി തീരുന്നതിലൂടെ നമുക്ക് എന്തുണ്ട്? ചില അവകാശങ്ങൾ പ്രാപിക്കാൻ കഴിയും. അങ്ങനെയാ അബ്രഹാമിന് സാധ്യമായത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിലൂടെ. നമുക്കെങ്ങനെ സ്നേഹിതനായി തീരുവാനും അവകാശങ്ങൾ കൈവശമാക്കാനും കഴിയും? നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയായി തീരണം. അടുത്തത്, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസാലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. അല്ലേ? പൗലോസിൻ്റെ ലേഖനം എന്താണ്? ഞങ്ങൾ വിശ്വാസാൽ നീതീകരണം പ്രാപിക്കുന്നു പറയുമ്പോൾ ഇവിടെ അദ്ദേഹം പറയാം, വിശ്വാസം പറഞ്ഞാൽ പോയി നിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും അറിയുക. അദ്ദേഹം തിരിച്ചു പറയുന്നത് വിശ്വാസാൽ അല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ കാണുന്നു. കാരണം രാഘബ് എന്ന വേശിയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളല്ലയോ നീതിരിക്കപ്പെട്ടത്. നമുക്കറിയാം, രാഘവൻ്റെ ചരിത്രം നമുക്കറിയാം. ദേശം വിട്ടു നോക്കാൻ വന്നവരെ അവൾ പ്രൊട്ടക്ട് ചെയ്ത് അവരെ മറ്റൊരു മുമ്പിൽ പെടാതെ രക്ഷിച്ചു. അതുകൊണ്ട് അവൾ ആ പട്ടണം നശിപ്പിക്കപ്പെടുമ്പോൾ അവൾ രക്ഷപ്പെടാക്കിയിടയായി തീർന്നു. ഇവിടെ യാക്കോബ് പറഞ്ഞത് അവൾക്ക് കേവലം വിശ്വാസം മാത്രമല്ലായിരുന്നു, തന്നെ അവൾ പ്രവൃത്തികളിലൂടെയാണ് നീതിരിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് പ്രവൃത്തികൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനി ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. പറയുകയാണ്, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. അപ്പോൾ എന്ത് വേണം നമ്മുടെ ഉള്ളിൽ? വിശ്വാസമുണ്ടെന്ന് പറയുകയും വിശ്വാസിയാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തും കൂടെ വേണം? വിശ്വാസത്തിനനുസൃതമായ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമെന്ന് പറയുകയാണ്. ഒരു പക്ഷിയുടെ 2 ചിറകുണ്ടെങ്കിൽ അതിനെ പറന്നു പോകാൻ കഴിയുള്ളൂ, അല്ലേ? എന്ന് പറഞ്ഞ പോലെ വിശ്വാസവും വേണം, വിശ്വാസത്തിന്റെ പ്രവൃത്തികളും വേണം. അതുകൊണ്ട് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ആ പ്രവൃത്തിയുടെ അനുഭവങ്ങൾ ഉണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കാനായിട്ട് ഈ പാഠകം പഠിക്കുമ്പോൾ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ക്രമീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ, തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ക്രമീകരണം പ്രാപിച്ച് തിരുത്തൽ വരുത്തി വചനപ്രകാരമുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പ്രവൃത്തിയുടെ കൂടി ഉൾപ്പെടുത്തി വരുവാനായിട്ട് നമ്മൾ സമർപ്പിച്ച് നമുക്ക് ദിവസങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, സെക്ഷനായ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഞങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ആ വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രവൃത്തികളാൽ തെളിയിപ്പാനുള്ള കൃപ ഞങ്ങളിവിടെ മുറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രസംഗത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ വിശ്വാസം പ്രവൃത്തികളില്ലാത്തതിനാൽ നിർജ്ജീവമായി പോയിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ക്ഷമിക്കുമാറാകണമേ. തുടർന്ന നാളുകളിൽ ജീവനുള്ളത് വിശ്വാസം ഉടമകളെ തരുവാൻ, പ്രവൃത്തികൾ അത് വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ ഞങ്ങളെയും ബോധ്യപ്പെടുത്തിയാട്ടെ. കളികളത് ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിതാക്കളെയും സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നവരെയും ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥനയിലേക്ക് അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യുമാറാണമേ. ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. യേശുനാമം തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദർശനത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനെ താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരവും ചെറിയ നമ്മൾ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾ നൽകുന്നതായ എല്ലാ പ്രോത്സാഹനത്തിനും, എല്ലാ സഹകരണം നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. തുടർന്ന് ശുശ്രൂഷ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.